الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തതാണ് ഈ മാസത്തിലൂടെ അല്ലാഹു തആല. വലിയ പരസ്യങ്ങളുമായിട്ടാണ് വന്നത്. നോമ്പെടുക്കുന്നവർക്ക് എല്ലാം പുറത്തു കൊടുക്കും, നമസ്കരിക്കുന്നവർക്ക്, തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, പ്രതിഫലേച്ഛയോടെയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നിങ്ങനെയുള്ള ഒരുപാട് ഓഫറുകളോടുകൂടിയാണ് വിശ്വാസികൾക്കിടയിലേക്ക് ഈ മാസം കടന്നു വന്നത്. ആദ്യത്തെ വെള്ളിയാഴ്ചയാകുമ്പോഴേക്ക് തന്നെ 6 നോമ്പായി. വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കൃത്യമായി മുതലെടുക്കണം. എന്താണ് ഇതുകൊണ്ട് ആകത്തുക ഉദ്ദേശിക്കുന്നത്? ഇസ്തിഖാമത്താണ്, നേരെയാകുക, മനുഷ്യൻ ചൊവ്വാകുക. അതിനു വേണ്ടി മനുഷ്യനെ കെട്ടിയിടുകയാണ് ഈ മാസത്തിൽ. പ്രത്യേകമായി ചങ്ങലക്കിടുകയാണ്, ഒരു പ്രത്യേക നിയന്ത്രണം. ഈ നിയന്ത്രണം ഇസ്ലാം മതത്തെ തന്നെ വിമർശിക്കപ്പെടാൻ നിമിത്തമാകാറുണ്ട്. പൊതുവെ ഇസ്ലാമിലുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ മക്കളൊക്കെ അത് സഹിച്ചാണ് കോളേജ് ക്യാമ്പസുകളിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയും പോയിക്കൂടാ, എവിടെയും നോക്കിക്കൂടാ, ഒരുപാട് വിലക്കുകൾ, അരുതുകൾ ഈ രൂപത്തിലാണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിലക്കുകളൊക്കെ പാലിക്കുന്ന ആളുകൾക്ക് ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർ അനുഭവിക്കുന്നുണ്ടോ എന്നതൊരു വിഷയമാണ്. കാരണം ഇസ്ലാം പറയുന്നത് ഒരു നല്ല മനുഷ്യനാകാനുള്ള ഏർപ്പാടാണ്, സ്വാതന്ത്ര്യം ഹനിക്കലല്ല. വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് സിഗ്നൽ, ഒരു തെറ്റായ രീതിയിലുള്ള മനസ്സിലാക്കൽ അവിടെ നടത്തുകയാണെങ്കിൽ ഇതെന്റെ സ്വാതന്ത്ര്യം ഹനിച്ചതാണ്, എനിക്ക് പോകാമല്ലോ, അത് തെറ്റായ വീക്ഷണമാണ്. നേരെ മറിച്ച് എനിക്ക് രക്ഷയാണ്, സമാധാനമാണ്, വിജയമാണ് വേണ്ടത്, അതിന് ഞാനിത് പാലിച്ചേ പറ്റൂ
എന്ന് തീരുമാനിക്കുന്നവരുടെ ശരീരം രക്ഷപ്പെടും. അതുപോലെ ശരീരത്തിന് ചില നിർബന്ധങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ശ്വാസം കഴിക്കണം, എന്നാലേ ശരീരം നിലനിൽക്കുകയുള്ളൂ. ഇതുപോലെ ചില നിബന്ധനകളും നിർബന്ധങ്ങളും നമ്മുടെ ആത്മാവിനുണ്ട്. ആ ആത്മാവിന്റെ നിർബന്ധമായ ഘടകങ്ങൾക്കാണ് നമ്മൾ ഇസ്ലാം കാര്യം എന്ന് പറയുന്നത്. ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ നിർബന്ധമായ വിശ്വാസത്തിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതറിയാവുന്ന റബ്ബ് ഖുർആനിലൂടെ റസൂലിലൂടെ നമ്മെ അത് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നത്. ശരി, ഈ റമദാനിലുള്ള പ്രത്യേക നിയമ പാലനം എന്നത് റമദാൻ മാസത്തേക്ക് മാത്രമുള്ള ഏർപ്പാടാണോ? ഒരിക്കലുമല്ല. അങ്ങനെയായി കാണുന്നവർ യഥാർത്ഥത്തിൽ ഈ പശുക്കളെ കെട്ടിയിടാറില്ലേ? എന്നിട്ടോ കെട്ടയച്ചാൽ അതിന്റെ പഴയ സ്വഭാവം തന്നെ ആവർത്തിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കെട്ടിയിട്ടത് എന്തിനാണ് എന്ന് പശുവിന് മനസ്സിലായിട്ടില്ല. കൃഷി നശിപ്പിക്കാതിരിക്കാൻ, തിന്നാൻ പറ്റാത്ത സാധനങ്ങൾ തിന്നാതിരിക്കാൻ, ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ, എങ്ങോട്ടെങ്കിലും പോയിക്കളയാതിരിക്കാൻ ഒരുപാട് ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഇതിനെ കെട്ടിയിടുന്നത്. അത് പശുവിന് മനസ്സിലായാൽ പിന്നെ കെട്ടിയിടേണ്ട ആവശ്യമില്ല. മൃഗങ്ങൾക്ക് മനസ്സിലായാൽ എന്തിനാ കെട്ടിയിടുന്നത്? വേണ്ട. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലഖദ് ദറഇനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. നരകത്തിന് വേണ്ടി ഒരുപാട് ആളുകളെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ഭൂതഗണങ്ങളിലും മനുഷ്യവർഗത്തിലും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത മനസ്സാണ് അവർക്കുള്ളത്. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കാണാത്ത കണ്ണ്, കാണേണ്ടത് കാണാത്ത കണ്ണ്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കേൾക്കേണ്ട വിഷയം കേൾക്കാത്ത കാതുകളാണുള്ളത്. ഉലൈക കൽ അൻആം. അവർ നാൽക്കാലികളെ പോലെയാണ്. മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കില്ല. നാൽക്കാലികളെ പോലെയാണെന്ന് പറഞ്ഞാൽ പോരാ, ബൽഹും അവൽ, അതിനേക്കാൾ പിഴച്ചവരാണ്. കാരണം നാൽക്കാലികൾക്ക് അത് പഠിക്കാനുള്ള കഴിവില്ല, ഇവർക്ക് ആ കഴിവുണ്ട്, എന്നിട്ടും മനസ്സിലാക്കിയില്ല. അപ്പൊ അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ഈ ഇസ്തിഖാമത്ത്, നേരെയാകുക, നേരെയുള്ള മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റും. അവന്റെ വിശ്വാസം നേരെയാകണം, പ്രവർത്തനം നേരെയാകണം, സ്വഭാവം നേരെയാകണം. ആ നേരെയാക്കാനുള്ള ഒരു പരിശീലന റമദാൻ മാസത്തിൽ. എന്നിട്ട് അത് തുടർന്ന് കൊണ്ടുപോവുക. 1 മാസത്തെ കോഴ്സ്, ഇതാണ് റമദാൻ. ഈ ഇസ്തിഖാമത്ത്, നേരെയാവുക എന്നത് നമുക്ക് മാത്രമുള്ള ഏർപ്പാടല്ല. റസൂൽ എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മളോട് നേരെ അടക്കാൻ പറഞ്ഞല്ല. ഫസ്തഖിം കമാ ഉമിർത. റസൂലിനോട് അല്ലാഹ് പറഞ്ഞതാ, പറഞ്ഞ പോലെ നേരെ നടന്നോളണം. അങ്ങനെ തന്നെ അതിന്റെ മാന. എന്താ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ നടന്നോളണം. അവര് പറയാ അള്ളാഹു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്തിങ് ഇറങ്ങിയപ്പോ റസൂല് പറഞ്ഞു, ഇതിനേക്കാൾ ശക്തമായ ഒരു ആയത്ത് എനിക്കിതുവരെ ഇറങ്ങിയിട്ടില്ല, എന്റെ നരക്ക് വരെ ഇത് കാരണമായി പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞ ചില ആസാറുകൾ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോ നേരെ നടന്നോളണമെന്നത് മുർസലീങ്ങളോടുള്ള കൽപ്പനയാണ്, മുഅ്മിനീങ്ങളോടുള്ള കൽപ്പനയാണ്. എങ്ങനെ നേരെ നടക്കുക? ഓരോ അവയവങ്ങളെ നേരെയാക്കുക. കണ്ണിനെ നേരെയാക്കുക. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പരിശീലിക്കുന്നില്ലേ? നോമ്പ് മുറിഞ്ഞു പോകും, ഹറാമുകളൊന്നും നോക്കുന്നില്ല. അന്നളറത്തു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടം എന്ന് പറയുന്നത് വിഷത്തിൽ മുക്കിയ അമ്പാണ്, ഇബ്ലീസിന്റെ അമ്പാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ ഒരു അമ്പ് കൊണ്ടാൽ ആ കൊണ്ടെടുത്ത് മുറിയാകും. അവിടെ മരുന്ന് വെച്ച് കെട്ടിയാൽ മതി, വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി, റെഡി ആയിക്കോളൂ. പക്ഷെ അമ്പുമ്മൽ വിഷവും കൂടി പുരട്ടിയിട്ടുണ്ടെങ്കിലോ ആ മുറിഞ്ഞെടുത്തിൽ മാത്രമല്ല അബദ്ധം പറ്റുക, ശരീരം മുഴുവനും അബദ്ധം പറ്റും, മരിച്ചു. അപ്പൊ അന്നളറത്തു സഹമും മസ്മൂമുൻ, വിഷത്തിലൂട്ടിയ അമ്പാണെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മനുഷ്യനെ ആത്മീയമായി
ആകെ അതപ്പതിപ്പിക്കുന്ന പലതും ഉള്ള ഒരു ലോകത്തേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ട് മനുഷ്യനോട് പറയുന്നു, നിന്റെ കണ്ണ് നിയന്ത്രിച്ചോളണം. അതിനൊരു പരിശീലനം, ഒരു മാസത്തെ കോഴ്സ് ഇവിടുന്ന് പഠിക്കണം. എന്നിട്ട് പുറത്തിറങ്ങിയാൽ കണ്ണ് നിയന്ത്രിച്ചു കൊണ്ട് ജീവിക്കണം. അതുപോലെ ചെവി നിയന്ത്രിക്കണം, ചെവിക്ക് നോമ്പായിരിക്കണം. ഗീബത്ത് കേൾക്കാൻ നിൽക്കരുത്, പരദൂഷണം കേൾക്കാൻ നിൽക്കരുത്, ഏഷണി, കളവ്, പൊങ്ങച്ചം ഒരുപാടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്മാരങ്ങനെയല്ലേ, വെറുതെ എന്തെങ്കിലും ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറ്റം പറച്ചൽ തന്നെ നല്ലൊരു ഹോബിയാ. അവരുടെ കാഴ്ചപ്പാടിൽ മുഴുവനും തെറ്റാ, അവര് മാത്രമേ ശരിയുള്ളൂ. എല്ലാറ്റിനെയും വിമർശിക്കും. പള്ളിയുടെ നടത്തിപ്പിനെയും ആളുകളെയും ഒക്കെ വിമർശിക്കും. ചിലപ്പോൾ പള്ളിയിൽ തന്നെ വരും, പള്ളിയിൽ വന്നിരുന്നിട്ടാകും വിമർശനം, നിരന്തരമായ വിമർശനം, ഐബാക്കൽ. ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക, അതിനാണ് നോമ്പ്. എന്നിട്ടത് ജീവിതത്തിൽ കൊണ്ട് നടക്കുക. മറ്റുള്ളവരെ ഐബാക്കാൻ നടന്നാൽ ഈ മനുഷ്യനെ അള്ള ഐബാക്കുന്ന, ഒരു വീട്ടിൽ നിന്ന് തന്നെ ഐബാക്കും. വീട്ടിൽ തന്നെ അവനെതിരായി സംസാരിക്കാൻ, വഷളാക്കാനുള്ള ഏർപ്പാട് അല്ലാഹു തആല ചെയ്തു വെക്കും. അതുകൊണ്ട് പരമാവധി ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, പ്രശംസിക്കാൻ ശീലിക്കുക, നല്ലത് പറയാൻ ശീലിക്കുക. അങ്ങനെ ശീലിക്കാനുള്ളതാണ് റമളാൻ മാസം. അപ്പൊ ചെവിയെ നിയന്ത്രിക്കുക, നാവിനെ നിയന്ത്രിക്കുക. വലിയ അപകടമാണ്. റസൂലുള്ളാഹി നാവിന്റെ കാര്യത്തിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഈ നാവ് കൊണ്ടും ഇത്ര വലിയ കുറ്റമുണ്ടോ റസൂലേ എന്ന്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മനുഷ്യന്മാരെ നരകത്തിലേക്ക് കൂപ്പുകുത്തിക്കുന്നത് നാവല്ലാതെ മറ്റെന്താണ്? ശരീരം വരെ കാവല് ചോദിച്ചുകൊണ്ടിരിക്കുകയാ നാവിനെ തൊട്ട് ഓരോ ദിവസവും. ഈ നാവ് പറഞ്ഞിട്ടാണ് അടികൊള്ളുന്നത്, നാവ് പറഞ്ഞിട്ടാ കൊലപാതകം നടക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും മുന്നില് നാവാണ്. അതുപോലുള്ള അപവാദ പ്രചരണം നല്ല ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടായികയില്ല. ആള് നല്ല ആളാണ്. സഹാബാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? വലിയ വലിയ ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായില്ലേ? മദീനയിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ച ഒരപവാദ പ്രചരണം, മദീനയെ പ്രകമ്പനം കൊള്ളിച്ച ഒരു പ്രചരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, റസൂലിന്റെ ഏറ്റവും വലിയ ശിഷ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഒരഭിഹിത ബന്ധമുണ്ട് എന്ന ഒരു തെറ്റായ വാർത്ത മദീനയിലുടനീളം പ്രചരിച്ചില്ലേ? ആ പ്രചരിപ്പിച്ച കൂട്ടത്തിൽ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ പോലുമുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ വലിയ സഹാബാക്കൾ പോലും ഉണ്ട്. അത് തൊടുത്തു വിട്ടത് മുനാഫിഖീങ്ങളായിരുന്നു. എല്ലാവരും ഏറ്റുപിടിച്ച് അതങ്ങനെ പരസ്യമായി അവസാനമാണ് ഇങ്ങനെ ഒരു വർത്താനം നടക്കുന്നു എന്ന് ആയിഷ ബീബിക്ക് മനസ്സിലായത്. ഏതായാലും അതിന്റെ പ്രചരണ രംഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പല സഹായവും ചെയ്യാറുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധു കൂടിയായ മിസ്തഹ് റളിയല്ലാഹു അൻഹു പോലും ഉണ്ടായിരുന്നു. അങ്ങനെ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു തആല ആയിഷ ബീബിയുടെ നിരപരാധിത്വവും അവരാ പറഞ്ഞത് മുഴുവനും തെറ്റാണ്, അങ്ങനെയല്ല മുഅ്മിനീങ്ങൾ ജീവിക്കേണ്ടത് എന്ന് നിരവധി ആയത്തുകളിലൂടെ അല്ലാഹു തആല തിരുത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ശപഥം ചെയ്തു, ഇനി മേലിൽ മിസ്തഹിന് നായ കാശ് കൊടുക്കില്ല. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആള്, അതുപോലെ എപ്പോഴും എന്തെങ്കിലും സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആള് എന്റെ മോളെ പറ്റി പറഞ്ഞത് കേട്ടില്ല, അത് പ്രചരിപ്പിക്കാൻ അവനുണ്ടായിരുന്നു. ഇനി എന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും മിസ്തഹ് പ്രതീക്ഷിക്കേണ്ടതില്ല. ഉടനെ വന്നില്ലേ ജിബ്രീൽ വഹയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. എന്നിട്ട് ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്, വലാ യഅ്തലി ഉലുൽ ഫളലി മിൻകും വസ്സഅ. നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ളവർ, നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയുള്ളവർ, അവരെ അയ്യുഅ്തു ഉലിൽ ഖുർബ, കുടുംബങ്ങൾക്കൊന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്യരുത്. വൽ മസാകീൻ, പാവങ്ങൾക്ക് കൊടുക്കില്ല എന്ന് ശപഥം ചെയ്യരുത്. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്ത് വന്ന ആളുകൾക്ക് ഞങ്ങൾ ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്യരുത്. അവരെന്താ വേണ്ടത്? വൽയഅഫു, മാപ്പ് കൊടുക്കണം.
വൽയസ്ഫഹു, അവർ വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹ് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാന്റെ ചോദ്യ, നിങ്ങൾക്ക് പൊറുക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാഗ്രഹിക്കാത്ത ആരാണുള്ളത്? നമ്മോടുള്ള ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾക്ക് പാപം പൊറുക്കപ്പെടണോ? എങ്കിൽ അതിനൊരു നിബന്ധനയുണ്ട്. നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹ് പൊറുക്കുന്നവനാണ്, അല്ലാഹ് കരുണ ചെയ്യുന്നവനാണ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കതിനുള്ള യോഗ്യത നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കലാണ്. കുടുംബങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും, അയൽവാസികൾക്ക് വിട്ടുവീഴ്ച ചെയ്യും, അതുപോലെ തന്നെ സഹജീവികളോട് പുറത്തു കൊടുക്കുക. എല്ലാവർക്കും പുറത്തു കൊടുത്ത ഒരു മനസ്സിന്റെ ഉടമ അവൻ പറയണം റബ്ബി ഗ്ഫിർലി എന്ന്, എന്നോട് പൊറുക്കണേ എന്ന്. അപ്പോൾ തറാവീഹ് നമസ്കരിച്ചിട്ട് പാപം പൊറുക്കണമെങ്കിൽ, നോമ്പ് തോറ്റിട്ട് പാപം പൊറുക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്ന മനസ്സുണ്ടാകണം, മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്ന ചിന്തയുണ്ടാകണം. ഈ മലിനമായ മനസ്സിന് എങ്ങനെയാ അല്ലാഹു തആല പുറത്തു കൊടുക്കുക? ആർക്കും ഒന്നും വിട്ടുകൊടുക്കാത്ത, പുറത്തു കൊടുക്കാത്ത, കറ പിടിച്ച, കറ പുരണ്ട മനസ്സുമായി അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് അല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലോകരെ ഉത്ബോധിപ്പിച്ചത്. അദ്ദേഹം തിരുത്തി, അദ്ദേഹം ചെയ്ത ശപഥം തിരുത്തി. അപ്പൊ പുറത്തു കൊടുത്താൽ മാത്രം പോരാ, വിട്ടുവീഴ്ച ചെയ്താൽ മാത്രം പോരാ. അതേ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, നിങ്ങളാ ചെയ്ത വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും യഥാർത്ഥമാണ് എന്ന് ഇൻഫാഖിലൂടെ, ചെലവാക്കുന്നതിലൂടെ, കൊടുക്കുന്നതിലൂടെ നിങ്ങൾ തെളിയിക്കണം. ആളുകൾക്ക് കൊടുക്കണം. ഇങ്ങോട്ട് പറഞ്ഞവരെ അന്യന്റെ നാവ് കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക. സ്വന്തം നാവ് കൊണ്ട് ആരാനെ ഒന്നും പറയാതിരിക്കുക, അവനാ മുഅ്മിൻ. തന്റെ നാവ് കൊണ്ട് ആരെയും ഒന്നും പറയാതിരിക്കുക. ആരാന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക. അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുക. സ്വർഗത്തിൽ പോകാൻ കുറച്ച് പണിയുണ്ട്, ഇവിടുന്ന് കുറച്ച് സഹിക്കണം. ഇതൊക്കെ അല്ലേ സഹിക്കാനുള്ളൂ? ഇത്രയല്ലേ നമുക്ക് സഹിക്കാനുള്ളത്? നമ്മുടെ മുൻഗാമികൾ ഇതൊന്നും അല്ലല്ലോ സഹിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയത്. ഒന്ന് താന്നു കൊടുക്കുക, ഒന്ന് വിനയം പ്രകടിപ്പിക്കുക, ഒന്ന് മനസ്സ് നന്നാക്കുക. എന്നാൽ നമുക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാം. വെറുപ്പൊക്കെ പിടിക്കും, വിഴുങ്ങിക്കളയണം. കോപം വിഴുങ്ങണം. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അത് ശീലിക്കുകയാണ് റമളാൻ മാസത്തിൽ. അതുപോലെ അബദ്ധങ്ങൾ സംഭവിക്കാൻ നമ്മൾ മനുഷ്യരാണ്. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ തുടരാതെ അബദ്ധങ്ങൾ മനസ്സിലാക്കി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധരാവുക. എങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരും. ഈ രൂപത്തിൽ പരിപൂർണമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, അവയവങ്ങളെ നിയന്ത്രിക്കുന്ന, എല്ലാ പാപങ്ങളും പൊറുപ്പിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ മാസത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്ന മേഖലയാണ് പറഞ്ഞു വന്നത്. അതെല്ലാം ഒഴിവാക്കുന്നതോടുകൂടി മനുഷ്യൻ നല്ല ക്ലിയറായി നന്മക്ക് പാകപ്പെട്ട്, നന്മ വിളയിക്കാൻ പാകപ്പെട്ട മനസ്സുമായി നിൽക്കുന്നതാണ്. ആ മനസ്സ് കൂടുതൽ ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കലാണ് രണ്ടാമത്തെ മേഖല. അതിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്.
അള്ളാഹുവുമായുള്ള ഒരു നല്ല ബന്ധം അത് കൂടുതൽ ഊഷ്മളമാക്കാൻ, ഉറപ്പിക്കാൻ, അതിനാണ് നമ്മൾ നമസ്കാരം നിലനിർത്തുന്നത്. അള്ളാഹുവുമായുള്ള കണക്ഷൻ, പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരം. ഈ തറാവീഹ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഇമാമിൻ്റെ പിന്നിൽ നിന്ന് ശരീരവും മനസ്സും വൃത്തിയാക്കി കയ്യും കെട്ടി നിന്ന് കേൾക്കുകയാണ്. എന്ത്? അള്ളാഹുവിൻ്റെ കലാം. അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ആത്മാവിനുണ്ടാവുക തന്നെ ചെയ്യും. ആശയം മനസ്സിലായിട്ടില്ലെങ്കിൽ, ആശയം മനസ്സിലായാൽ കുറച്ചുകൂടി അത് ഉപകാരപ്പെടും. അള്ളാഹുവിൻ്റെ കലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സുബഹി നമസ്കാരത്തിലൊക്കെ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്ന സുബഹി നമസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ. ഖുർആനുൽ ഫജ്ർ അഥവാ ഖുർആൻ ഓതുന്ന സുബഹി നമസ്കാരം, ആ പ്രഭാതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്ന, ദിവസം തുടങ്ങുന്നത് ഈ ഖുർആൻ കേട്ടുകൊണ്ടാണ്. നല്ല ഖുർആൻ ഇങ്ങനെ കേട്ടിട്ട്. അതുപോലെ അള്ളാഹുവുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മറ്റൊരു മാർഗം ദാനധർമ്മങ്ങൾ ചെയ്യലാണ്. അതും റമളാൻ മാസത്തിൽ ഇഷ്ടം പോലെ അവരവരുടെ കഴിവനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാണ് അല്ലാഹു തആല ചില ആളുകളുടെ കയ്യിൽ കൂടുതൽ സമ്പത്ത് കൊടുത്തു, ചില ആളുകളുടെ കയ്യിൽ ഇല്ലാതെയാക്കി? എന്തിനാണിത്? അല്ലാഹു തആലയാണ് എല്ലാവർക്കും ചെലവ് കൊടുക്കേണ്ടത്. അപ്പോൾ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ചെലവിന്റെ പൈസ സമ്പന്നരുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് അവന് കൊടുക്കാനുള്ളതാണ് എന്ന് പറയുകയും ചെയ്തു. ഇതാണ് സംഗതി. ദാനധർമ്മങ്ങളുടെയും സക്കാത്തിന്റെയും ഒക്കെ വിഷയം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അല്ലാഹു തന്നെയാ കൊടുക്കേണ്ടത്. എന്നാൽ ഈ തിരിച്ചറിവ് കിട്ടിയവര് മുഅ്മിനീങ്ങൾ, കുഫാറുകൾക്ക് അത് കിട്ടിയില്ല. കുഫാറുകൾ മനസ്സിലാക്കിയത് ഈ ഏറ്റ വ്യത്യാസം എന്നത് പാവങ്ങൾ ഞെരുങ്ങാൻ വേണ്ടി തന്നെയാണ് എന്നാ. സൂറ യാസീനിൽ അല്ലാഹു പറയുന്നില്ലേ, വൈദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്. ആ കുഫാറുകളോട് പറയപ്പെട്ടു, എന്ത്? നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കുവീൻ, പാവങ്ങൾക്ക് കൊടുക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ ഖാലല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ പറയും, ലില്ലദീന ആമനു, ഇങ്ങനെ പറയുന്ന വിശ്വാസികളോട്, നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന വിശ്വാസികൾ, കൊടുക്കുന്നവരും വിശ്വാസികൾ, കൊടുക്കാൻ പറയുന്നവരും വിശ്വാസികൾ എന്ന ഒരു സൂചന കൂടി അവിടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അവരോട് ഈ സത്യനിഷേധികൾ പറയും, അള്ള വിചാരിച്ചാൽ അവന് തന്നെ ഭക്ഷണം കൊടുക്കാൻ ആകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ എന്ത് കൊടുക്കാനാ? പണ്ടെന്നെ റബ്ബ് കൊടുക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ടല്ലേ അവര് പാവപ്പെട്ടവരായത്. അള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പാവപ്പെട്ടവരാവൂലല്ലോ. അപ്പൊ അള്ള കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അവർക്ക് ഞങ്ങളായിട്ട് എന്ത് കൊടുക്കാനാ? ഇന്നന്തും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. ഇതാണ് അവരുടെ സമീപനം. അത് അല്ലാഹു തആല എടുത്തു പറയുന്നു, മുഅ്മിനീങ്ങളോട് പറയുന്നു. അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് ഞാൻ തന്നതില്ലേ അതിന്റെ അകത്ത് കൊടുക്കുകയും അത് അവർക്കും കൂടി കൊടുക്കാൻ അങ്ങളെടുത്ത് തന്നത്. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് റമളാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അത് പരിശീലിക്കുക. അടിച്ച് പൊളിച്ച് ജീവിക്കാൻ എനിക്കെങ്ങനെയെങ്കിലും ജീവിക്കാൻ തന്നതല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ തന്നതാണ് എൻ്റെ കയ്യിൽ എന്ന തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക റമളാൻ മാസത്തിൽ. എന്നാൽ നമുക്ക് ഈ റമളാൻ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഫഖീറിന്റെ പ്രയാസം, മിസ്കീനിന്റെ പ്രയാസം അത് പരിമിതമാണ്. വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. കുറച്ച് ആളുകളെ അല്ലാഹു തആല അങ്ങനെയാക്കി പ്രയാസപ്പെടുത്തിയത് എന്തിനാ എന്ന സംശയം ഉണ്ടാകും. അവരുടെ ആ പ്രയാസം, അവരിലേക്ക് സമ്പന്നരിൽ നിന്ന് ധനം വന്നു കഴിഞ്ഞാൽ
തീരുന്നതേ ഉള്ളൂ. ഇനി വന്നിട്ടില്ലെങ്കിലും ഒരു കുറച്ച് സമയം കൊണ്ട് തീരുന്നതേ ഉള്ളൂ. പക്ഷെ കൊടുക്കാത്തവന്റെ പ്രയാസം അത്ര പെട്ടെന്ന് തീരുന്നതല്ല. അവന്റെ പ്രയാസം വരുന്നേ ഉള്ളൂ. അത് കഠിനമായ ശിക്ഷയാണ്. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിനോട് പറയേണ്ടി വരും. അത് കഠിനമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നീതി അള്ളാഹു നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. അതുപോലെ റമദാൻ മാസത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായി ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ മുന്നിൽ മുറിഞ്ഞു വീഴണം. എനിക്ക് നീയല്ലാതെ ഒന്നുമില്ല എന്ന് അള്ളാഹുവിനോട് തുറന്ന് പറയണം. നീ എന്നെ ഒഴിവാക്കിയാൽ ഞാൻ പരാജയപ്പെട്ടത് തന്നെ. അള്ളാഹുവേ എന്ന ആ വിളിയും അവന്റെ അസ്മാഉൽ ഹുസ്ന ഓരോന്നോരോന്നായി എടുത്ത് വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. 99 പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പേരേതാണ്? ഇസ്മുൽ ആളം. ഏറ്റവും വലിയ പേര്. ഒരു മനുഷ്യന്റെ ആവശ്യം എന്താണോ ആ ആവശ്യം കുറിക്കുന്ന അള്ളാഹുവിന്റെ പേരാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്മുൽ ആളം അഷ്ഷാഫി എന്ന പേരാ. അത് വിളിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കടുത്ത ദാരിദ്ര്യമാണോ, അവന് ഏറ്റവും വലിയ ഇസ്മുൽ ആളം അൽ മുഗ്നി, ഞെരുക്കം തീർക്കുന്നവനെ, ഐശ്വര്യം നൽകുന്നവനെ, അൽ ഗനി. അത്തരം പേരുകളാണ് അവൻ്റേത്. അങ്ങനെ എന്താണോ ആവശ്യം ആ ആവശ്യം നിർവഹിക്കുന്നവൻ എന്നർത്ഥമുള്ള പേര് അത് വിളിച്ചുകൊണ്ട് നമ്മുടെ ആരാധ്യനോട് നിരന്തരമായി റമദാൻ മാസത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദുആ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് സംസാരിക്കാൻ വിശ്വാസിക്ക് അവസരം കൊടുത്തതാണ് ദുആ. നമ്മുടെ ദുആയിലൂടെ എന്താ പറയുന്നത്, എന്താ നിർവഹിക്കുന്നത്? അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. ഈ ദുആയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളുമായി ബന്ധപ്പെട്ട നിബന്ധനകളിൽ ഒന്ന് ആരെയും ഉപദ്രവിക്കാതിരിക്കലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആരെയും ഉപദ്രവിക്കാത്ത മനുഷ്യൻ അള്ളാഹിനോട് പറയണം, എന്നെ ശിക്ഷിക്കരുതേ എന്ന്. സംസാരം കൊണ്ട്, ശരീരം കൊണ്ട്, സമീപനം കൊണ്ട്, സ്വഭാവം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് എന്നെ ഉപദ്രവിക്കരുതേ, എന്നെ ശിക്ഷിക്കരുതേ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാത്ത മനസ്സിന്റെ ഉടമയാവുക, സ്വഭാവത്തിന്റെ ഉടമയാവുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയുക, എന്നെ ശിക്ഷിക്കരുതേ, എനിക്ക് ബറക്കത്ത് ചെയ്യണേ, എന്റെ പാപം പൊറുക്കണേ എന്ന്. അങ്ങനെ ഇടപെടാനും പറയാനുമുള്ള മാസമാണിത്. അത് പരിശീലിക്കാനുള്ള സമയമാണിത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ പരിശീലനത്തിന്റെ മാസത്തിൽ നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളും തിരിച്ചറിഞ്ഞ് തിരുത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ അവയവങ്ങളെയും നിന്റെ പൊരുത്തത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുവഴി പരിപൂർണമായി നിന്റെ ദാസന്മാരായി നീ അംഗീകരിക്കണേ റഹ്മാനെ. വല്ല അപാകതകളും ഉണ്ടെങ്കിൽ പുറത്തു തരണേ റഹ്മാനെ, പുറത്തു തരണേ റഹ്മാനെ. എല്ലാ ന്യൂനതകളും മറച്ചു വെക്കണേ റഹ്മാനെ. നിന്റെ ദാസന്മാർക്ക് നീ നൽകുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇഹത്തിലും പരത്തിലും നന്മ തരണേ റഹ്മാനെ. ഇഹത്തിലും പരത്തിലും എല്ലാവിധ ശർറുകളെ തൊട്ടും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഒരുപാട് രോഗങ്ങളുണ്ട്, രോഗികളുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. നീ ശിഫയാക്കണേ റഹ്മാനെ, ശിഫയാക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ മഹദ് ഫളില് കൊണ്ട് ഇരു വീട്ടിലും ഹൈറിലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്, നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ. മനസ്സമാധാനം നൽകണേ റഹ്മാനെ. അവർക്ക് നന്മ ചെയ്ത മക്കളായി അംഗീകരിക്കണേ റഹ്മാനെ.
അതിനുള്ള മനസ്സ് തരണേ റഹ്മാനെ, അവസരങ്ങൾ നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم.